Hi friends, welcome back. ഇൻഫിനിക്സിൻ്റെ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു പുതിയൊരു ഫോൺ കൂടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് HD 2021 എന്നാണ് ഈ ഫോണിൻ്റെ പേര്. അപ്പോൾ ഈ ഫോണിൻ്റെ ടോട്ടലി ഒരു സ്പെക് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 282 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയാണ് ബോഡിക്ക് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബാക്കാണ് ഫോണിൻ്റെ ഒരു ബാക്ക് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ ബേസും ഡിസ്പ്ലേ ബേസും 6000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു ലോ ബഡ്ജറ്റ് ലഭിക്കുന്ന ഒരു നല്ല ഡിസ്പ്ലേ തന്നെയാണ്. യാതൊരു ഇഷ്യൂസും നമുക്കിതിൽ നിന്നും 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഉണ്ടാവുന്നതല്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A20 എന്നൊരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ക്വാഡ് കോർ പ്രൊസസ്സറാണ്, ഒക്ടാ കോർ അല്ല, ക്വാഡ് കോർ ആണ്. പവർ VR GE8320 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി ഗോ എഡിഷൻ XOS 6.2 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാലും 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അധികം ആപ്പൊന്നും യൂസ് ചെയ്യുമ്പോൾ അത്ര വലിയ പെർഫോമൻസ് ഒന്നും ലഭിക്കില്ല, എന്തായാലും ലാഗൊക്കെ വരും. എന്നാൽ നിങ്ങളൊരു 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ എടുക്കുമ്പോൾ ഒരു ലോ ബഡ്ജറ്റ് എന്ന് തന്നെ നമുക്കിതിൽ പറയാം. ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിൽ നിന്നും ലഭിക്കുക. കൂടുതൽ പെർഫോമൻസ് ഒന്നും ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 8 MP f2.0 വരുന്ന ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 5 MP f2.0 വരുന്ന ഒരു സിംഗിൾ ക്യാമറയാണ്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് വന്നാൽ 5000 mAh ഒരു ബാറ്ററി തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്തേക്ക് വന്നാൽ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ 5000 mAh ഒരു ബാറ്ററി ലഭിക്കുന്നു എന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം 10000 രൂപ പ്രൈസ് റേഞ്ചിൽ പോലും 5000 mAh ബാറ്ററി ലഭിക്കാത്ത ഫോണുകൾ ധാരാളമുണ്ട്. എന്നാൽ ഇതിൽ 6000-7000 രൂപ പ്രൈസ് റേഞ്ചിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബാറ്ററിയുടെ ഭാഗത്ത് യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ചാർജ് ചെയ്യാൻ മൈക്രോ USB 2.0 ആണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും Type C ഒന്നും ഈ പ്രൈസ് റേഞ്ചിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5000 mAh ബാറ്ററിയും USB 2.0 ഒക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് 6000 രൂപ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് 3 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ടോപ്പാസ് ബ്ലൂ, ഒബ്സിഡിയൻ ബ്ലാക്ക്, ക്വാഡ്സ് ഗ്രീൻ എന്നീ 3 കളറിലാണ് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ സാർ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ ഹെഡിന് 0.53 ബോഡിക്ക് 1.22 ആണ്. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ചെറിയൊരു പ്രോസസ്സറും നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഒരു ക്യാമറയൊക്കെ ആയിട്ട് ഒരു നോർമൽ സെറ്റപ്പ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. വലിയൊരു പെർഫോമൻസ് ഒന്നും ലഭിക്കില്ല. എന്നാലും ഒരു പ്രായം കൂടിയ ആൾക്കും അല്ലെങ്കിൽ ഒരു സെക്കൻഡറി യൂസിനൊക്കെ ഇത് നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 2GB റാമും 32GB സ്റ്റോറേജ് ആയിട്ട് ഒറ്റ വേരിയൻ്റാണ് ലഭിക്കുന്നത്. eMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6000 രൂപ പ്രൈസ് റേഞ്ച് തന്നെയാണ് ഇത് വരുന്നത്. ഏതായാലും നമുക്ക് ഇതിൻ്റെയിലൊന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു പ്രധാന സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.